നിയമസഭയിൽ ഇപ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയ ചർച്ച തുടങ്ങിയിരിക്കുന്നു. അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ MLA ആണ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം നിലനിൽക്കുകയാണ്. ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാവുന്ന പരമാവധി തുക 25 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമാക്കി. GST വരുമാനത്തിൽ കുറവ് വരുമെന്ന ആശങ്ക നിൽക്കും. ഇതെല്ലാം ധനവകുപ്പിന്റെ പരാജയം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നതാണ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. നികുതി പിരിവിൽ വലിയ വീഴ്ച നിലനിൽക്കുന്നു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രമേയ അവതരണം നടത്തുകയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA. നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന GST ഫാക്ട് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ GST ഗ്രോത്തിൽ GST വളർച്ചയിൽ 2.52% കുറവ് വന്നിരിക്കുകയാണ് സാർ. 2023-24 GST വളർച്ച 6.59 ആയിരുന്നത് 2024-25 4.07 കുറഞ്ഞുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ GST ഫാക്ട് ഷീറ്റ് പറയാണ്. 2.58% കുറവ്. അപ്പൊ മന്ത്രി പറഞ്ഞ ടേക്ക് ഓഫിനെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ടേക്ക് ഓഫ് ചെയ്ത മാതിരി ആയപ്പോൾ സംശയമുണ്ട് സാർ. ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ കൂപ്പുത്തി താഴത്തേക്ക് പോരുന്ന സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ഇവിടെ പദ്ധതി ചെലവുകളുടെ പ്രോഗ്രസോ പദ്ധതിയുടെ നിർവഹണത്തിലെ കാര്യക്ഷമത നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ അഗ്രികൾച്ചറിൽ ഇതുവരെ 20% മാത്രമാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ അർബൻ ഡെവലപ്മെന്റ് 23%, സഹകരണ മേഖലയിലാണ് 11%, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ 15.7%, ഇൻഡസ്ട്രി 23%, ഊർജം എന്ന് പറയുന്നത് 0% ആണ് സാർ കാണിക്കുന്നത്. എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് കാണിക്കുന്നതിന്റെ ചെറിയൊരു സൂചനയാണ് സാർ. ഇതിന്റെ എല്ലാം വേദന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഓരോ സെക്ടറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പരിശോധിച്ചാൽ നമ്മുടെ കേരള സമൂഹത്തിലെ ഏത് വിഭാഗം ജനങ്ങളെയാണ് കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് അവരുടെ അവസ്ഥ ബെറ്റർ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സാർ? നിരന്തരം ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അങ്ങയോട് സംസാരിച്ചിട്ടുള്ളത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് അങ്ങ് മിനിസ്റ്ററായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ പെർഫോമൻസ് അങ്ങ് അറിയും. ഈ പാഡി പ്രൊക്യൂർമെന്റിൽ മാത്രം നിങ്ങൾ 359 കോടി കൊടുക്കാനുണ്ട്. അതുപോലെ വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു റബ്ബറിന്റെ താങ്ങുവില 250 ആക്കുമെന്നുള്ളത്. ഇതുവരെയും അത് സംബന്ധിച്ചുള്ള ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചില്ല. കാർഷിക മേഖലയിൽ ഓരോ വിളകൾ എടുത്തു പറഞ്ഞാൽ എല്ലാവർക്കും നിരാശയാണ്. ഞാൻ അങ്ങയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനായി പലവട്ടം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് വലിയ അംബീഷ്യസ് ആയിട്ട് കിഫ്ബി അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞത് 14 ആഗ്രോ പാർക്കുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു സാർ. ഒരു ആഗ്രോ പാർക്ക് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പുതുതായി വന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ നോക്കണം. ഇനിയിപ്പോ കർഷകരെ വിട്ട് തൊഴിലാളികളിലേക്ക് വന്നാൽ നമ്മൾ പലയാവർത്തി ഇവിടെ പറഞ്ഞിട്ടുള്ള നിരവധി വട്ടം ഉന്നയിച്ചിട്ടുള്ളതാണ്. ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പൈസ പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. അവർക്ക് ഉള്ള വെൽഫെയർ മെഷേഴ്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സർക്കാരിന്റെ താല്പര്യക്കാരായിട്ടുള്ള 256 പേരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയലുമായി പോയപ്പോ അതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ചെന്നപ്പോ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ ആദ്യം അവർക്ക് കൊടുത്തു തീർക്കാനുള്ള പൈസ കൊടുത്തു തീർത്തിട്ട് നിങ്ങൾ റെഗുലറൈസേഷൻ അല്ലെങ്കിൽ ജോലി സ്ഥിരപ്പെടുത്താൻ പോയാൽ മതി എന്നുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥിതിയാണ് സാർ. സ്ഥിരം നമ്മൾ കാണുന്നതാണ് സമരം. DA കുടിശ്ശികയാണെങ്കിലും അവരുടെ മറ്റ് ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയാണെങ്കിലും പേർവിഷൻ ആണെങ്കിലും എല്ലാം ചേർത്ത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയ്ക്ക് അടുക്കെ ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഡൻസി ആണെന്ന് പറയുന്നത് സാർ. ഇനിയിപ്പോ അധ്യാപകരുടെ സ്ഥിതി എന്താണ് സാർ? ഗസ്റ്റ് ലെക്ചേഴ്സിനുള്ള പൈസ നിങ്ങൾ കോളേജിലെ സമയാസമയത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് 1 വർഷം പഠിപ്പിച്ചിട്ട് 1 വർഷം 1 രൂപ പോലും കിട്ടാതെ അവര് പഠിപ്പിക്കേണ്ടി വരികയാണ് സാർ. ഇനിയിപ്പോ ടീച്ചേഴ്സിന്റെ അവസ്ഥ അതാണെങ്കിൽ കുട്ടികളുടെ അവസ്ഥയിലേക്ക് വന്നാൽ കുട്ടികളുടെ സ്ഥിതിയിൽ ഏറ്റവും അവസാനം നമുക്ക് ഈ സർക്കാരിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ പാകത്തിന് പറയാൻ കഴിയുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു കേസ് ഒരു കുട്ടി കൊടുത്തു. ആ കുട്ടിക്ക് PhD ചെയ്യുന്നതിനുള്ള സർക്കാർ ഗ്രാന്റ് കാലങ്ങളായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന എങ്ങനെയാണെന്ന് അറിയാം സാർ? VCയും രജിസ്ട്രാറും ഇനി ശമ്പളം വാങ്ങുന്നത് ഈ PhD ഗ്രാന്റ് കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞു സാർ. ഇതിനേക്കാളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത്, വിഷമം തോന്നിയത്, പലയാവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ നിസ്സാരമായി കാണുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സാർ ഈ SC/ST വിഭാഗങ്ങൾക്കുള്ള ഗ്രാന്റ്. ഇത്രയും സർക്കാരുകൾ ഉണ്ടായിട്ട് ഇത്രയും കാലങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ അവരുടെ ആനുകൂല്യങ്ങളിൽ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചരിത്രത്തിൽ ആദ്യമായി അവർക്കുള്ള ആനുകൂല്യങ്ങളുടെ മേൽ കൈവച്ച സർക്കാർ എന്ന ഖ്യാതിയാണ് സാർ നിങ്ങൾ നേടിയിരിക്കുന്നത്. ഇന്ന് ഈ ഗ്രാന്റ്സ് കൊടുക്കാത്തതിന്റെ പേരിൽ, കിട്ടാത്തതിന്റെ പേരിൽ, കോളേജിൽ നൽകാത്തതിന്റെ പേരിൽ പല SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഹരാസ് ചെയ്യപ്പെടുകയാണ് സാർ. ഹരാസ് ചെയ്യപ്പെട്ടവര് പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി ഉണ്ടാവുകയാണ്. അത് മാത്രമാണ് സാർ, നിങ്ങൾ അവർക്ക് നൽകിയിരുന്ന മെഡല് അവർക്ക് നിഷേധിച്ചില്ലേ സാർ? അതായത് എനിക്ക് ഓർത്തു പോകുന്ന ഏറ്റവും മികച്ച വിജയം നേടുന്ന ഫുൾ A+ വാങ്ങി ജയിച്ചിരുന്ന കുട്ടികൾക്ക് കാലാകാലങ്ങളായി നൽകിയിരുന്ന ഒരു മെഡൽ ഉണ്ടായിരുന്നു സാർ. 1/2 പവൻ അവർക്ക് കൊടുക്കുമായിരുന്നു സാർ. അതൊരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു. ഏതാണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഏറ്റവും ഒടുവിലായി വന്നൊരു വാർത്തയാണ് സാർ. 1/2 പവൻ മെഡലും കാത്ത്
20,000 പട്ടികജാതി വിദ്യാർത്ഥികൾ. നിങ്ങൾ 2010 മുതൽ ഇത് വേണ്ടെന്ന് വെച്ചു സാർ, അത് കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഇപ്പോ അവരുടെ SC/ST വിഭാഗങ്ങളുടെ 10,000 പവനാണ് അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയോ അവരുടെ തട്ടിയെടുക്കുകയോ? 1-2 10,000 പവൻ. 20,000 കുട്ടികൾക്ക് അരപ്പവൻ വെച്ച് കിട്ടേണ്ടിയിരുന്ന നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സാർ. ഞാൻ ഓർത്തു പോകുന്നു, ഇന്ന് കടമനിട്ട കവിത എഴുതുന്ന സമയമായിരുന്നെങ്കിൽ അദ്ദേഹം എഴുതിയ പോലെ, നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു എന്നെഴുതിയ അതേ പേന കൊണ്ട് നിങ്ങൾ അവരുടെ ഇറ്റു സ്വർണം കവർന്നെടുക്കുന്നു എന്ന് നിങ്ങൾ നോക്കി ചോദിക്കാറുണ്ട് സാർ. കാരണം 10,000 പവൻ സ്വർണം നിങ്ങൾ അവരുടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല സാർ, മികച്ച പ്രതിഭാശാലികളായ കുട്ടികൾക്ക്, യുവജനോത്സവത്തിൽ ജയിക്കുന്ന കുട്ടികൾക്ക് 10,000 രൂപ ഗ്രാന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു സാർ. അത് കഴിഞ്ഞ പ്രതിഭകൾക്ക് കൊടുക്കുന്ന 10,000 രൂപ ഗ്രാന്റ് 2019 കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അതിന്റെ അപേക്ഷ പോലും വാങ്ങുന്നില്ല സാർ. അപേക്ഷിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർക്കുള്ളത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിനും ചെലവിനും ഒരു മയവും ഒരു മടിയുമില്ല സാർ. അതിനെ സംബന്ധിച്ച് പിന്നാലെ വരുന്നവർ സംസാരിക്കുന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ബഹുമാനായ വ്യവസായ മന്ത്രി ഇവിടെ ഇല്ല, ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഇവരെല്ലാവരും കഴിഞ്ഞ കുറെ കാലമായി ഞങ്ങൾ നിയമസഭയിൽ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന താമ്രപത്രം ഏറ്റുവാങ്ങി അതിനെ ഉയർത്തി കാണിക്കുന്ന ഒരു സർക്കാരിനെയും മന്ത്രിമാരെയാണ് ഞങ്ങൾ ഇവിടെ കാണാറ്. അപ്പൊ ഈ അടുത്തിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ C&AG റിപ്പോർട്ട്, സ്റ്റേറ്റ് ഫിനാൻസസ് 2022-23 എന്ന് പറഞ്ഞ ഒരു റീസെന്റ് ആയിട്ട് ഇത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ ദിവസം ഇവിടെ കിടന്ന് തർക്കിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. കേരളം നമ്പർ 1 ആണ്, കേരളം ടോപ്പ് അച്ചീവറിലാണ്, കേരളം അച്ചീവറിലാണ്, ബാക്കി എല്ലാവരും ആസ്പിറേഷണൽ കാറ്റഗറി മാത്രമാണ് എന്ന് പറഞ്ഞ് വ്യവസായ മന്ത്രി ഞങ്ങൾ തമ്മിൽ വലിയ തർക്കം ഉണ്ടായി സാർ. ഇപ്പോ വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഫിനാൻസിന്റെ കാര്യത്തില് കേരളത്തിന്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആസ്പിറേഷനിലാണെന്ന് മാത്രമല്ല സാർ, അവർ പറഞ്ഞിരിക്കുന്നത് നിരവധി കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പിന്നിലാണ് എന്നുള്ള കണക്ക് വരികയാണ് സാർ. ആ കണക്ക് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിന്റെ കടം 2015-16 1,60,62,272 കോടിയായിരുന്നത് ഏകദേശം 3 ഇരട്ടിയിലേക്ക് നിങ്ങൾ വർദ്ധിപ്പിച്ചു കേവലം ഈ 10 വർഷം കൊണ്ട്. ഇപ്പോ നിൽക്കുന്നത് 4,26,020 കോടിയിലാണ്. ഈ ഇത്രയും പണം നിങ്ങൾ കടമായി വാങ്ങിയപ്പോഴും ഇവിടെ പറയുന്നത് മേജർ വർക്ക്സ് എന്ന് പറയുന്ന പ്രധാന ഡെവലപ്മെന്റ് നടക്കുന്ന പ്രോജക്ട്സിനെ അസസ് ചെയ്താൽ കേരളം നിൽക്കുന്നത്, ഞാൻ പറയുന്നതല്ല സാർ, ഇത് അങ്ങ് ഈ താമ്രപത്രം കൂടി നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റെടുക്കണം. അതിന്റെ 4.12 മേജർ വർക്ക്സിന്റെ കാറ്റഗറിയിൽ കേരളം 28ാമത്തെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് സാർ. അതായത് ഈ സർക്കാർ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഇവിടത്തെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതല്ലാതെ വികസനം എന്നത് നടക്കുന്നില്ല എന്നും വികസന പ്രക്രിയ ഇല്ല എന്നും കേന്ദ്ര സർക്കാർ തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സാർ. ഞാൻ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരു വെച്ചത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഞെരിച്ചു കൊന്ന ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല സാർ. ഈ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞ് ഇതിനെല്ലാം വലിയ രീതിയിൽ എടുത്തു പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് ഒരു വഴിക്കൂടെ പറയുമ്പോൾ, മറുവഴിയിലൂടെ അവർക്കുള്ള ഗ്രാന്റും അവർക്കുള്ള അലോക്കേഷനും വെട്ടിക്കുറയ്ക്കുകയാണ് സാർ. കഴിഞ്ഞ വർഷം പദ്ധതികളിൽ 50% കുറവ്, 50% വെട്ടിക്കുറയ്ക്കാനുള്ള ഉത്തരവ് നേരിട്ടിറക്കിയാണ് വെട്ടിക്കുറച്ചതെങ്കിൽ ഇപ്പോ പറയാതെ പറഞ്ഞ് ഇവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ ഇഴയുന്നതിന്റെ കാരണം അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു ഫെയർനെസ് എന്ന് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഏതൊരു ഗുഡ് ഗവേണൻസ് ഒക്കെ പോട്ടെ, ഗുഡ് ഗവേണൻസ് ഒക്കെ മാറ്റി വെച്ചാൽ പോലും ഒരു എത്തിക്കൽ ഗവേണൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. ആ എത്തിക്കൽ ഗവേണൻസിൽ ഒരു സർക്കാർ ഹോണസ്റ്റായും സത്യസന്ധമായും പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ കാലങ്ങളായി കണ്ടുവരുന്ന ഒരു കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പണം, ആ പണം ഒരുപക്ഷെ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ആ സമയത്ത് കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ, ഏതെങ്കിലും 10%, 20% ചെലവഴിക്കാൻ കഴിയാതെ പണം കൊടുക്കാത്ത വന്നാൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു സാർ. അതിന്റെ അർത്ഥം അടുത്ത വർഷം ആ പൈസ ചെലവഴിച്ചാൽ സർക്കാർ തരുമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയൊരു ഇൻട്രഡക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്, ഈ സ്പിൽ ഓവർ ഉണ്ടെങ്കിലും അത് അടുത്ത വർഷത്തെ പൈസയിൽ നിന്ന് ചെലവഴിക്കണമെന്നാണ് സാർ പറയുന്നത്. സാർ, കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ്, അതല്ലാതെ ഇവരുടെ ആരുടെ ഔദാര്യമല്ല. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളതാണ് ഈ ഡെവല്യൂഷൻ ഓഫ് ഫണ്ട്സ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നും സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളൂ. കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ വർഷത്തെ പൈസ കൊടുക്കാതെ ആ സ്പിൽ ഓവർ അടുത്ത വർഷത്തിൽ നിന്ന് നിങ്ങൾ കുറവ് വരുത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ പൈസ നിങ്ങൾ കട്ട് ചെയ്ത് ഇല്ലാതാക്കി എന്നുള്ള.
അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൈസ ഒന്നിനു പിറകെ ഒന്നായി കട്ട് ചെയ്ത് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി നിർവഹണത്തിൽ അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അടിയന്തര പ്രമേയോടെ കൊണ്ടുവന്നത്. കാരണം അതുപോലെ അവസാനം കണ്ട മറ്റൊരു പ്രക്രിയ എപ്പോഴും എന്തിനാണ് സാർ ഇതുപോലുള്ള കള്ളത്തരം നമ്മൾ കാണിക്കുന്നത്? യഥാർത്ഥത്തില് വെള്ളമില്ലാത്തിടത്ത് മുങ്ങിച്ചാവാൻ പറയുന്ന പോലെയാണ് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളോട് ഇവർ ചെയ്യുന്നത്. അതായത് അവർ പറയും ഈ അലൊക്കേഷൻ പേപ്പറിലാക്കാൻ വേണ്ടി ഈ മാർച്ച് മാസത്തിലെ ലാസ്റ്റ് ഡേ അലോക്കേഷൻ വെക്കും, ലാസ്റ്റ് ഡേ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ട് പേപ്പർ വെക്കും. അതേസമയം ട്രഷറി ബാൻ അതേ മന്ത്രി അടുത്ത കൈ കൊണ്ട് എഴുതി പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു വിശന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്നവന്റെ കൈ രണ്ടും പുറകെ കെട്ടിയിട്ട് ബിരിയാണി മുമ്പിൽ വിളമ്പി വെച്ചിട്ട് എടുത്തോണ്ട് പോകുമ്പോഴാണ് സാർ ഈ ധനവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ കടലാസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവർ പിന്നോക്കം കൊണ്ടുപോവാണ് സാർ. ഞാൻ പറയുന്ന സമസ്ത മേഖലയിലും ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട്, ഈ സർക്കാരിന്റെ ധൂർത്ത് കൊണ്ട്, ഈ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട്, ഈ സർക്കാരിന്റെ നികുതി പിരിവിലെ പരാജയം കൊണ്ട് സാധാരണക്കാരാണ് സാർ പ്രയാസപ്പെടുന്നത്. സാർ ഏറ്റവും ഒടുവിലെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന സ്ഥിതി എന്താണ് സാർ? ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത് മരുന്ന് സപ്ലൈ നിരവധി കമ്പനികൾ നിർത്തി. അത് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നു ഉപകരണങ്ങൾ സപ്ലൈ ചെയ്തിരുന്ന കമ്പനി ഉപകരണ സപ്ലൈ നിർത്തുകയാണ് എന്ന്. ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട് ഹൃദയരോഗത്തിന് ചികിത്സ നടത്തേണ്ട അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തേണ്ട അതിന് വെക്കേണ്ട ഉപകരണങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ ഹൃദയമിടിപ്പ് നിന്ന ആള് മരിക്കാൻ പോവുകയാണ് സാർ. എന്നിട്ടും ഈ സർക്കാർ ഹൃദയമില്ലാത്ത ഒരു സർക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിലാണ് സാർ മുമ്പോട്ട് പോകുന്നത്. പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ അവസ്ഥയിൽ ഇത്രയും ഹൃദയമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇന്നൊരു ഹൃദയ ദിനത്തിൽ ഞങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാധാരണക്കാരന് വേണ്ടി ഹൃദയമുള്ള ഒരു സർക്കാരായി നിങ്ങൾ മാറാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ സർക്കാരിനെതിരെയുള്ള ജനരോഷം ആഞ്ഞടിച്ച് നിങ്ങളുടെ നാളുകൾ അതിവിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി നന്ദകുമാർ അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ പൊട്ടക്കിണറ്റിൽ വീണ തവളയെ പോലെ ഇതാണ് ലോകം എന്ന് കരുതി നടക്കുന്ന കുറെ പേർ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അവരുടെ മനസ്സ് അത്ര സങ്കുചിതമാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കാൻ ഞങ്ങളാരും നിൽക്കുന്നില്ല. ട്രഷറി പൂട്ടിയവരാണ് നിയന്ത്രണത്തെ പറ്റി പറയുന്നത്. സാർ, എന്താണ് ഇന്നത്തെ ലോക മുതലാളിത്ത വ്യവസ്ഥ? ഇന്ന് മുതലാളിത്ത വ്യവസ്ഥയുടെ സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിസ്റ്റും പ്രധാനപ്പെട്ട പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. എന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷത്തെ സെപ്റ്റംബർ 22 എക്കണോമിക് ടൈംസിലെ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ US ട്രഷറി പൂട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുതലാളിത്തത്തിന് അപ്പോസ്തലനായ അമേരിക്കയുടെ ട്രഷറി പൂട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ പ്രമേയ അവതരണം നടത്തിയത് മാത്യു കോൾനാടൻ MLA ആണ്. ചരിത്രത്തിൽ ആദ്യമായി SC/ST ഗ്രാന്റ് പോലും വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്യു കോൾനാടൻ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, കേരളത്തിന്റെ കടം 10 വർഷം കൊണ്ട് 3 ഇരട്ടിയായി വർദ്ധിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ ഞെരിച്ചുകൊന്നു. ഹൃദയമില്ലാത്ത സർക്കാരാണ് ഇത് എന്ന് വിമർശിക്കുക കൂടിയാണ് ഈ പ്രമേയ അവതരണത്തിലൂടെ മാത്യു കോൾനാടൻ ചെയ്തത്. വിശന്ന് നട്ടം തിരിഞ്ഞു നിൽക്കുന്നവന്റെ മുന്നിൽ ബിരിയാണി വെച്ചിട്ട് 2 കൈയും കെട്ടിയിടുന്നു. ഇതാണ് ധനവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളോട് ചെയ്യുന്നത് എന്ന വിമർശനം കൂടി ഈ പ്രമേയ അവതരണത്തിന്റെ ഭാഗമായി മാത്യു കോൾനാടൻ നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിന്റെ ധനവകുപ്പിന്റെ പ്രവർത്തനത്തിലെ വീഴ്ചകളാണ്, പോരായ്മകളാണ് ഈ ധനപ്രതിസന്ധിക്കുള്ള പ്രധാനപ്പെട്ട കാരണം. നികുതി പിരിവ് പോലും കാര്യക്ഷമമായി നടത്താത്ത ഒരു സർക്കാരാണ് ഇത് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരിലെ ധനവകുപ്പ് ഒരു പ്രധാനപ്പെട്ട കാരണക്കാരും ഉത്തരവാദികളുമായി മാറുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാത്യു കോൾനാടൻ MLA പ്രമേയം അവതരിപ്പിച്ചത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഈ കാലയളവിൽ ഇത് 4ാമത്തെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന നാലാമത്തെ അടിയന്തര പ്രമേയമാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അതിലിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.